നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചെയ്യുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ്. ഇത് എന്തിനൊക്കെ വേണ്ടി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിജയമുണ്ടാകുന്നതിന്, ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ജോലിയിലാണെങ്കിൽ പോലും അവർക്ക് ആ ജോലിയിൽ വിജയമുണ്ടാകാൻ, അതായത് സമയാസമയത്ത് പ്രമോഷൻ ലഭിക്കാനും ഇൻക്രിമെന്റ് ലഭിക്കുന്നതിന്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ നല്ലതുപോലെ പഠിക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസം ചെയ്യുന്ന ആർക്കും ആ ഒരു കാര്യത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. ഇത് ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ, മുരുകന് പ്രാധാന്യമുള്ള എല്ലാ ദിവസങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ്. എത്ര തവണ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 6 തവണയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ മുരുകന് പ്രാധാന്യമുള്ള ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് എല്ലാ മാസവും വരുന്ന ഷഷ്ടി തിഥികൾ. ഇപ്പോൾ ഷഷ്ടി തിഥി വരുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ ഈ വഴിപാട് പറയുന്നത്. ജൂലൈ 19 തീയതി ഞായറാഴ്ച ഷഷ്ടി തിഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ ജൂലൈ 19 ഞായറാഴ്ച ഇത് ചെയ്യാവുന്നതാണ്. സമയമെന്ന് പറയുന്നത് രാവിലെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിന് സാധിക്കില്ല എന്നുള്ളവർക്ക് സന്ധ്യാസമയത്ത് ചെയ്യാവുന്നതാണ്. ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല. വ്രതം എടുക്കുകയാണെങ്കിലും വ്രതം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. പക്ഷെ നോൺ വെജ് ഭക്ഷണം കഴിക്കാൻ പാടില്ല ആ ഒരു ദിവസം. ഇപ്പോൾ ഷഷ്ടി തിഥിയിൽ ചെയ്യാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യാം. പിന്നെ 2 നക്ഷത്രങ്ങൾ, മുരുകന് പ്രാധാന്യമുള്ള 2 നക്ഷത്രങ്ങളുണ്ട്. ഒന്ന് വിശാഖം നക്ഷത്രവും മറ്റൊന്ന് കാർത്തിക നക്ഷത്രവുമാണ്. ഈ 2 നക്ഷത്രങ്ങളിലും ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ 6 ഷഷ്ടിയിൽ ചെയ്യാം, അല്ലെങ്കിൽ 6 ചൊവ്വാഴ്ചകൾ, 6 കാർത്തിക നക്ഷത്രം, 6 വിശാഖം നക്ഷത്രം, ആ ഒരു രീതിയിൽ ചെയ്യാം. അതല്ല, നമ്മുടെ ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടേണ്ട ഒരു പ്രശ്നമാണെങ്കിൽ ഷഷ്ടി തിഥി മുതൽ 6 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യാം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച മുതൽ 6 ദിവസം കണ്ടിന്യൂസ് ആയി ചെയ്യാം. ഈ പറഞ്ഞ നക്ഷത്രങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ ആ നക്ഷത്രം തൊട്ട് 6 ദിവസവും ചെയ്യാവുന്നതാണ്. അത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടണം എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 6 ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ 6 ഷഷ്ടിയായിട്ടോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ്. എത്ര തവണയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപ് ഷഷ്ടി വ്രതത്തെക്കുറിച്ച് പറയാം. ശിവപാർവതിമാരുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെയും അനുഗ്രഹം ലഭിക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം. സന്താന ഭാഗ്യത്തിന് വേണ്ടി, സന്താനങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയൊക്കെയാണ് കൂടുതലായും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാറുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നവും സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഇവിടെ മയിലിന്റെ സൗണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ മയിലിന്റെ സൗണ്ട് കേട്ടിട്ട് ആരോ പൂച്ചയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പൂച്ച വരാറേ ഇല്ല, മയിലുള്ളത് കൊണ്ടായിരിക്കാം. ഈ മയിലുകളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പുരയിടത്തിൽ എപ്പോഴും വരുന്ന മയിലാണ്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണമൊക്കെ കഴിക്കാറുമുണ്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരികയും ചെയ്യും. ഇപ്രാവശ്യം വരുന്നത് കർക്കിടകത്തിലെ ഷഷ്ടിയാണ്. കർക്കിടകത്തിലെ ഷഷ്ടിയെ നമ്മൾ കുമാര ഷഷ്ടി എന്നാണ് പറയുന്നത്. ഏതൊരു വ്രതം എടുക്കുമ്പോഴും നമ്മൾ ദാനം കൂടി ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കുന്നത്. ഷഷ്ടി വ്രതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, തലേദിവസമായ പഞ്ചമിയിൽ വ്രതമെടുക്കണം. അതായത് പഞ്ചമിയിൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് അരിയാഹാരം കഴിക്കുന്നത്. രാത്രിയിൽ ഭക്ഷണമൊന്നും കഴിക്കാറില്ല, ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. ഷഷ്ടി ദിവസം ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാം. അത് ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്നും ചോറ് വാങ്ങി കഴിക്കാം, ഇല്ലെങ്കിൽ വീട്ടിൽ ഉണക്കലരി ചോറോ പച്ചരി ചോറോ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ഫ്രൂട്ട്സ് കഴിക്കാം. രാവിലെ പൊതുവെ ആരും തന്നെ ഭക്ഷണമൊന്നും കഴിക്കാറില്ല. അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം ചെയ്യേണ്ടത്. ആരോഗ്യസ്ഥിതി അനുവദിക്കില്ല എന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ 2 പഴമോ ഒക്കെ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം തീർത്ഥം സേവിച്ച്, ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ തുളസി തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോഴും നമ്മൾ ഇതുപോലെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാം. ഒന്നുകിൽ വീട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. വീട്ടിൽ നമുക്ക് തന്നെ ചെയ്യാം. ക്ഷേത്രത്തിലാണെങ്കിൽ നമുക്ക് അവിടെ
ആ ഒരു സമയത്ത് നമ്മൾ അവിടെ പോയിരുന്ന് ഈ ഒരു നാമം കൂടി ചൊല്ലണം. അപ്പോൾ ആദ്യം വീട്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വളരെ ശുദ്ധമായിട്ടുള്ള ഭസ്മമാണ്. കഴിവതും ഓർഗാനിക് ഭസ്മം വാങ്ങിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാവുന്ന ആരെങ്കിലും ഭസ്മം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോഴത്തെ ഭസ്മം ഒക്കെ തന്നെ മിക്സ് ആണ്, മായമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന സ്ഥലത്ത് നിന്ന് ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്ന ഭസ്മമാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഒരു പാക്കറ്റ് ഭസ്മം നേരത്തെ തന്നെ വാങ്ങി വെക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഏത് ദിവസമാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ദിവസം രാവിലെ കുളിച്ചിട്ട് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് കുളിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. നോൺ വെജ് ഭക്ഷണം ആ ഒരു ദിവസം കഴിക്കാൻ പാടില്ല. വീണ്ടും റിപ്പീറ്റായി എടുത്തു പറയുന്നത്, നമുക്ക് ഏതൊരു കാര്യവും ശുദ്ധമായി ചെയ്യുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒരു വിളക്ക് സാധാരണ നമ്മൾ കൊളുത്തുന്ന വിളക്ക് കൊളുത്തി വെച്ചാൽ മതി. നിലവിളക്ക് എല്ലാ ദിവസവും നമ്മൾ കൊളുത്തുമല്ലോ, അപ്പോൾ ആ വിളക്ക് മതി. ഇനി മുരുകന്റെ ഫോട്ടോ എടുത്ത് ഫോട്ടോയുടെ മുന്നിലായിട്ട്, അല്ലെങ്കിൽ മുരുകന്റെ വിഗ്രഹമോ വേലോ ഉണ്ടെങ്കിൽ ആ വേലിന് മുന്നിലായിട്ട് നമുക്ക് ഒരു അർച്ചനയാണ് ചെയ്യേണ്ടത്. ഒരു വാഴയിലയോ ഒരു വെറ്റിലയോ എന്താണോ നമുക്കുള്ളത് അത് വെക്കാം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്ത് വെക്കുക. ഒരു ചെറിയ കിണ്ണത്തിൽ നമ്മുടെ ഭസ്മം എടുത്ത് വെക്കുക. ആ ഭസ്മം കൊണ്ട് നമ്മൾ അർച്ചന ചെയ്താണ് ഭഗവാന്റെ നാമം ചൊല്ലുന്നത്. ആദ്യം തന്നെ ഗണപതി ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ആഗ്രഹം സാധിക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയോടാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് നമ്മുടെ കാര്യം? തടസ്സമാണെങ്കിൽ അത് പ്രാർത്ഥിക്കാം. നമുക്ക് ജോലിയുടെ പ്രശ്നമാണെങ്കിൽ അത് പ്രാർത്ഥിക്കാം. കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ കുട്ടികൾക്ക് തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ആദ്യം പ്രാർത്ഥിക്കുക. അതിനുശേഷം ഭസ്മം ഓരോ തവണയും ഓരോ നുള്ളു വീതം എടുത്ത് ആ ഒരു പ്ലേറ്റിലേക്ക് സമർപ്പിക്കുക. ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ആ പ്ലേറ്റിലേക്ക് വേണം ഈ ഒരു നാമം ചൊല്ലി സമർപ്പിക്കേണ്ടത്. ഭസ്മം എടുക്കുന്നതിലുമുണ്ട് കാര്യം. നമ്മുടെ തള്ളവിരൽ, അതായത് തം ഫിംഗർ, അതും നമ്മുടെ നടുവിരൽ എന്ന് പറയുമ്പോൾ ചൂണ്ടുവിരലിനും മോതിര വിരലിനും ഇടയ്ക്കുള്ള നടുവിരൽ, മിഡിൽ ഫിംഗർ, ഈ 2 വിരലുകൾ കൊണ്ട് വേണം ഭസ്മം എടുക്കേണ്ടത്. അതിനുശേഷം ഓം നമോ കുമാരായ നമ എന്ന് ചൊല്ലി ഒരു നുള്ളു ഭസ്മം ഇടുക. അങ്ങനെ 108 തവണ. ഇടത് കൈയിൽ ജപമാല വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കൗണ്ടിങ് മെഷീനൊക്കെ കിട്ടും, അത് നമ്മുടെ ഇടത് കൈയിൽ വെച്ചുകൊണ്ടും നമുക്കിത് ചൊല്ലാവുന്നതാണ്. 108 തവണ. ഓരോ തവണയും തള്ളവിരലും നടുവിരലും കൂടി ചേർത്ത് പിടിച്ച് ഒരേ ഒരു നുള്ള്, ഒരുപാട് ഭസ്മമൊന്നും വേണ്ട, ഒരേ ഒരു നുള്ള് ഭസ്മം എടുക്കുക. ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ആ പാത്രത്തിലേക്ക് വേണം ഇടേണ്ടത്, ഫോട്ടോയിലേക്കൊന്നും എടുത്തിടേണ്ട. ഇങ്ങനെ 108 തവണ ഓം നമോ കുമാരായ നമ എന്ന് ചൊല്ലി അതിനുശേഷം വീണ്ടും പ്രാർത്ഥിക്കാവുന്നതാണ്. നിവേദ്യമായിട്ടൊന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ഥിരമായി നിവേദ്യം വെക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. അല്ലാതെ എക്സ്ട്രാ ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന വഴിപാടാണ്. ഇനിയിപ്പോൾ വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ക്ഷേത്രത്തിൽ ചെയ്യാവുന്നതാണ്. എന്താണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അതും ഇതേപോലെ ഈ ദിവസങ്ങളിലാണ് ചെയ്യേണ്ടത്. 6 തവണ തന്നെയാണ് ചെയ്യേണ്ടത്. ഭഗവാന് ഭസ്മാഭിഷേകം ആണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ രസീത് എടുക്കുക ഭസ്മാഭിഷേകത്തിന്. അവിടെ ക്ഷേത്രത്തിൽ ചോദിക്കുക, നമ്മൾ സമർപ്പിക്കുന്ന ഭസ്മം, അതായത് നമ്മളൊരു പാക്കറ്റ് ഭസ്മം കൊണ്ടുവന്നാൽ ആ ഭസ്മം തന്നെ അവിടെ അഭിഷേകത്തിന് ഉപയോഗിക്കുമോ എന്ന് ചോദിക്കുക. ഉപയോഗിക്കും എന്ന് പറയുകയാണെങ്കിൽ ഈ 6 പ്രാവശ്യവും അവിടെ ഭസ്മാഭിഷേകം നടത്തുന്നതിനുള്ള ഭസ്മം കൂടി നമ്മൾ അവിടെ സമർപ്പിക്കുക. അവിടുത്തെ രസീത് എടുക്കണം, അതിനോടൊപ്പം ഭസ്മം കൂടി സമർപ്പിച്ചാൽ വളരെ നല്ലതാണ്. നമ്മൾ കൊണ്ടുചെല്ലുന്ന ഭസ്മം, ഇനിയിപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഭസ്മമൊന്നും എടുക്കില്ല, അങ്ങനെയാണെങ്കിൽ രസീത് എടുത്താൽ മതി. എന്നിട്ട് അവിടെ ഭസ്മാഭിഷേകം നടക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് 108 തവണ ഓം നമോ കുമാരായ നമ എന്ന് ചൊല്ലണം. ആദ്യം അവിടെ ചെന്നിരുന്ന്, അവിടെ തൊട്ടടുത്ത് ഗണപതി ഉണ്ടെങ്കിൽ ഗണപതിയെ തൊഴുത് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് സുബ്രഹ്മണ്യ സ്വാമിയോട് നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിക്കുക. അവിടെ ഇരിക്കുക. ആ അഭിഷേകം നടക്കുന്ന സമയത്ത് ഈ ഒരു നാമം 108 തവണ ചൊല്ലുക. ഈ 2 കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യേണ്ട. ആദ്യത്തേത് ചെയ്യാൻ സാധിക്കാത്തവർ രണ്ടാമത്തെ കാര്യം ചെയ്താൽ മതി. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു വിധത്തിലുള്ള തടസ്സം, നമ്മുടെ ഏതൊരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. ഭസ്മാഭിഷേകം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾ നീങ്ങിക്കിട്ടും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദുരിതങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പോലും അറിയാതെയോ അറിഞ്ഞോ ഒക്കെ മുൻജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ആ ഒരു പാപങ്ങൾ
മാറിക്കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നാമജപത്തോടു കൂടിയുള്ള ഭസ്മാഭിഷേകം അല്ലെങ്കിൽ ഭസ്മം കൊണ്ടുള്ള അർച്ചന കൊണ്ട് നമുക്ക് ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കും. ഭക്തിയോടുകൂടി ചെയ്താൽ മാത്രം മതി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.